പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു, ഇന്നലെ ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. മാത്രമല്ല ഖത്തറിന്റെ മെയിൻ പ്ലേയേഴ്സ് ഒന്നും ഇന്നലത്തെ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യൻ പ്ലേയേഴ്സ് എല്ലാം നല്ലപോലെ പ്രസ് ചെയ്ത് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മത്സരത്തിൽ ഭാഗ്യം ഇന്ത്യൻ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു ചിത്രം കണ്ടാൽ തന്നെ അറിയാം ബോൾ ലൈൻ കടന്ന് പോയിട്ടുണ്ട്. ബോൾ ലൈൻ കടന്നു പോയത് കൊണ്ട് തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സ് ഒന്നും അധികം ചാലഞ്ചിനൊന്നും ചെന്നിട്ടുണ്ടായിരുന്നില്ല. ലൈൻ കടന്നുപോയ പന്ത് എടുത്തുകൊണ്ടാണ് പിന്നീട് മത്സരത്തിൽ ഖത്തർ ഗോൾ നേടിയത്. ഇതിനൊക്കെ വളരെ മോശം റഫറിംഗ് എന്നല്ലാതെ ഒന്നും തന്നെ പറയാനില്ല. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കെല്ലാം വളരെ നിരാശ നൽകിയ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലത്തേത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഒരുപാട് നാളുകളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം പുതിയ സൈനിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് പുതിയൊരു സൈനിങ്ങിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഒരു യുവ ഗോൾ കീപ്പറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 19 വയസ്സ് മാത്രം പ്രായം വരുന്ന സോം കുമാർ എന്ന യുവ ഗോൾ കീപ്പറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. 2028 വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു യുവ താരം ഇന്ത്യയുടെ അണ്ടർ 17, അണ്ടർ 20 ടീമുകൾക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നതിന് ശേഷം സോം കുമാർ എന്ന ഈ ഒരു ഗോൾ കീപ്പർ ചില കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ജോയിൻ ചെയ്യുന്നതിൽ താൻ വളരെയധികം സന്തോഷവാനാണ്. താൻ വളരെ ആകാംക്ഷയോടെയാണ് ഒറ്റുനോക്കുന്നത്. ടീമിന് വേണ്ടി എന്തും നൽകാൻ ഞാൻ തയ്യാറാണ്. എന്നെ സംബന്ധിച്ച് ഇത് മികച്ചൊരു അവസരം തന്നെയാണ്. മാത്രമല്ല ഒരു പ്ലെയർ എന്ന നിലയിൽ ഇനിയും എനിക്ക് ഒരുപാട് വളരാൻ സാധിക്കുമെന്നാണ് സോം കുമാർ എന്ന ഈ ഒരു യുവ ഗോൾ കീപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആരാധകർക്ക് വേണ്ടിയും ക്ലബിന് വേണ്ടിയും തന്നെ മികച്ചതെല്ലാം നൽകുമെന്നും താരം കൂട്ടിച്ചേർത്തു. മികച്ചൊരു സൈനിങ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അടുത്തൊരു വാർത്ത ഒഡീഷ FC ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ ഒഡീഷ FC പുതിയൊരു സൈനിങ് നടത്തിയിട്ടുണ്ട്. ബംഗളൂരു FC താരമായിരുന്ന രോഹിത് കുമാറിനെ ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഒഡീഷ FC. ക്ലബ്ബ് തന്നെ ഇന്നലെ ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 2 വർഷത്തെ കോൺട്രാക്റ്റിലാണ് താരത്തിനെ ഒഡീഷ FC ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും ഒഡീഷ FCയുടെ ഭാഗത്തുനിന്ന് മികച്ചൊരു സൈനിങ് തന്നെയാണ് ഇത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.